വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. സെറ്റ് എക്സാം ഇപ്പൊ കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് എക്സാം വരുന്നത് നമുക്ക് ജൂലൈയിലാണ് അല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നേരത്തെ ഒക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്താ പറയാ അനലിറ്റിക്കൽ ആയിട്ട് നല്ല അത്യാവശ്യം ഡീപ്പ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് നമ്മുടെ സെറ്റ് എക്സാം നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം എന്താ പറയുക പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ലെവലിന് കൃത്യമായ അനുസരിച്ച് നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് നിങ്ങൾക്ക് സുഖമായിട്ട് ജൂലൈയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മുടെ 2024 എക്സാമിന് ജാനുവരി 2024 ഏകദേശം ഒരു മോഡറേറ്റ് ലെവൽ, സിമ്പിൾ എന്നൊരു സംഭവം നമുക്കില്ല, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നേ ഉള്ളൂ കേട്ടോ. ജൂലൈ വന്നപ്പോഴും മോഡറേറ്റ് തന്നെയായിരുന്നു. പിന്നെ ജാനുവരി 2025 വന്നപ്പോൾ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായി നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. പിന്നെ ജൂലൈ 2025 അത് അത്യാവശ്യം മോഡറേറ്റ് ലെവലിൽ തന്നെ വന്നു. നമ്മുടെ ഈ കഴിഞ്ഞ ജാനുവരി 2026 നമുക്ക് വേണമെങ്കിൽ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്ന് പറയാം അല്ലേ. നല്ല ഡിഫിക്കൽട്ടാണെന്നും പറയാൻ പറ്റില്ല, ഭയങ്കര സിമ്പിളാണെന്നും പറയാൻ പറ്റില്ല, ഭയങ്കര മോഡറേറ്റ്, ഏകദേശം മോഡറേറ്റിന്റെ ഒരു ഡിഫിക്കൽട്ട് ഒരു നടുക്ക് എന്ന് നമുക്ക് പറയാം. ഭയങ്കര പാടൊന്നും അല്ലായിരുന്നു. ഒത്തിരി ഏരിയാസ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടഫാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഹെവി ആൻഡ് സ്ലൈറ്റ്ലി ഇൻക്രീസിങ് ഇൻ അനലിറ്റിക്കൽ ഡെപ്ത്. പിന്നെ അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും എക്സാംസ് കുറച്ചുകൂടെ ടഫറായി തന്നെയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ എക്സാം സുഖമായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം. നിങ്ങൾ ഇപ്പൊ നമ്മളോട് ഒരിക്കലും എന്താണ് ISLM എന്ന് ചോദിക്കില്ല. ചിലപ്പോൾ ഇപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പിന്റെ സിറ്റുവേഷനിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെ വാട്ട് ഈസ് ISLM എന്ന് ബേസ് ചെയ്ത് ഒരിക്കലും ചോദിക്കില്ല. അതുപോലെ തിയറി അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ, അത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട്, അത് റിയൽ വേൾഡ് കണക്ട് ചെയ്ത്, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് എങ്ങനെ സംഭവിക്കുക എന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ പർച്ചേസിങ് പവർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഓക്കെ റിയൽ പർച്ചേസിങ് പവർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും, അങ്ങനെയൊക്കെ. അല്ലാതെ സെലസ്റ്റിയൽ ഇക്വേഷൻ എന്താണ് അവർ പറയുന്നതെന്ന് ഒരു ഡെഫിനിഷൻ പോലെ നമ്മളോട് ഒരിക്കലും ചോദിക്കത്തില്ല. ഇനി അനലിറ്റിക്കൽ ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം കേട്ടോ. എന്താണ് അനലിറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇഫ് വൈ, അതായത് ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പഠിക്കുക. അതുപോലെ പോളിസി ലിങ്കേജ്, കൂടുതലും എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ എക്കോണമി ബേസ്ഡ് ആയിട്ട്. ഇപ്പോൾ കറന്റ് നമുക്ക് ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവും. ഇപ്പോഴത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെയാണ്, നമ്മുടെ GDP എങ്ങനെയാണ്, ഇപ്പോഴത്തെ പോളിസിനെ റിലേറ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഭയങ്കര ന്യൂമറിക്കൽസ് ഒന്നുമില്ല, നമുക്ക് സ്റ്റാറ്റിയിലും അതുപോലെ എന്താ പറയുക മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലും വരുന്ന ന്യൂമറിക്കൽസ് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താ ഇതൊരു മെമ്മറി ബേസ്ഡ് എക്സാം അല്ല. കാണാപ്പാഠം പഠിച്ച ഒരിക്കലും സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ കൃത്യമായി കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടെ അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ സെറ്റ് സുഖമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നോക്കാം, റിപ്പീറ്റഡ് ഏരിയാസ് നോക്കാലോ. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഇടയ്ക്കൊന്നും അധികം ചോദിക്കത്തില്ല, അത് സ്ഥിരമായിട്ട് സോളോ ഹാരോഡോമർ മാത്രമേ ചോദിച്ചു. ഇപ്പൊ എന്താണ് സോളിന്ന് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അത്യാവശ്യം നല്ല ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്, കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ തിയറീസ്, മോണിറ്ററി എക്കണോമിക്സ്, അത് മെയിൻലി മാക്രോ എക്കണോമിക്സിന്റെ മോണിറ്ററി ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ എൻവയോൺമെന്റൽ എക്കണോമിക്സിന് കുറെ സെയിം പാറ്റേൺ ആട്ടോ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ എന്താ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഫിസിക്കൽ ഫെഡറലിസം, എക്കണോമെട്രിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതാണ് നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ഇനി മൈക്രോ ആൻഡ് മാക്രോന് ഏകദേശം 45 അല്ലെങ്കിൽ 50% ക്വസ്റ്റ്യൻസും മെയിൻലി ഈ ഒരു ഏരിയ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും കേട്ടോ. മൈക്രോയിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിന്റെ ഏരിയ എന്ന് വരുന്നത് സ്ലഡ്സ്കി, വോപ്പ്, IC, അതുപോലെ പ്രൊഡ്യൂസർ തരുമ്പോൾ സെസ്, റിട്ടേൺസ്, അതുപോലെ ഈ കൺസ്യൂമർ ബിഹേവിയർ നമ്മുടെ ലെസ്സും സെസ്സും ഉണ്ട്. അതായത് റീസെന്റ് ഡെവലപ്മെന്റ് ഡിമാൻഡ് ചെയ്യില്ലേ, അതിനെ ബേസ് ചെയ്ത് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഒളിഗോപോളി മോഡലാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഷുവർ ഷോട്ട് ആണ് വെൽഫെയർ ആൻഡ് ടാക്സ് ഇൻഡീസസ്. ഒളിഗോപോളിയില് ഏറ്റവും കൂടുതൽ കൊലൂസീവ് അല്ല നോൺ കൊലൂസീവ് മോഡൽസ് ആണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ കുർണോട്ട്, ബെട്രാന്, ആ ഒരു ഏരിയാസിൽ കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് കേട്ടോ. ഇനി നോക്കുക, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു ഏതൊരു എക്സാം, നെറ്റ് ആയിക്കോട്ടെ സെറ്റ് ആയിക്കോട്ടെ, ഏത് തരം എക്സാമിനും കൂടുതൽ ചോദ്യം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാരോഡോമർ മോഡൽ, സോളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടുപേരും കേട്ടോ. പിന്നെ കാൽഡോർ മോഡൽ, ജോൺ റോബിൻസന്റെ ഗോൾഡൻ ഏജ്, ലൂയിസ് മോഡൽ, ബാലൻസ് വേഴ്സസ് അൺബാലൻസ്ഡ് ഗ്രോത്ത്, ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. ഇതിന്റെ ഷുവർ ഷോട്ട് വരുന്നതാണ്. ഹാരോഡോമർ വരുന്നാലും സോളോ, ബാലൻസ് അൺബാലൻസ്, ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് സെയിം വരുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് ഏരിയ ക്വസ്റ്റ്യൻസ് സെയിം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ മൈക്രോയിലെ ബാൻഡ് വാഗൻ, സ്നോബ്, വെബ്ലനില്ലേ സ്ഥിരം ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി വരുമ്പോൾ എന്താണ് അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് വരുമ്പോൾ എന്താ
ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഹെക്സ്റ്റർ ഓളിൻ മോഡലും സ്റ്റോപ്പുലർ സെർമൽസിനും മാർഷൽ ലേണർ കണ്ടീഷൻ ഫാക്ടർ ഇക്വലൈസേഷൻ ജെ കർവ്. മാർഷൽ ലേണറിൽ വരുന്നത് തന്നെയാണ് ജെ കർവെങ്കിലും ഈ രണ്ട് ഏരിയ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് ഇന്റഗ്രേഷന്റെ സ്റ്റേജസ്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അസംഷൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ഗ്രോത്ത് ആണെങ്കിലും ഇന്റർനാഷണലിലും അസംഷൻ ബേസ്ഡ് ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു അസംഷൻ, ഇപ്പൊ അനലിറ്റിക്കൽ ഞാൻ പറയില്ല, ഏതെങ്കിലും ഒരു അസംഷൻ അവർ മാറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം കൊടുക്കുകയുള്ളൂ, അപ്പൊ നമുക്കത് കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ പറയാ, തിയറി നമ്മൾ അത്യാവശ്യം ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്തെങ്കിലും അസംഷന്റെ ഏതെങ്കിലും ഒരു കുഞ്ഞ് വ്യത്യാസം അവർ വരുത്തുള്ളൂ, അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്ലൈറ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോഴത്തേക്കും നല്ല ക്ലാരിറ്റിയിൽ പഠിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അതൊക്കെ. ഇനി മാക്രോ എക്കണോമിക്സിൽ നമ്മുടെ മോണിറ്ററി ഏരിയ എന്ന് ഞാൻ പറഞ്ഞില്ലേ, മണി മൾട്ടിപ്ലയർ ഇക്വേഷൻ ബേസ് ചോദിക്കാം, എല്ലാ ഇക്വേഷനും അറിഞ്ഞിരിക്കുക. എല്ലാം കർവ്, ISLത്തിന്റെ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കുക. ഷിഫ്റ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക. ലിക്വിഡിറ്റി ട്രാപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മണി ഡിമാൻഡിൽ ഫ്രീഡ്മാനും ബൗമോൾ ടോബിനാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. പിന്നെ കൺസംഷൻ ഫംഗ്ഷൻ ഏരിയയിൽ പെർമനന്റേയും ലൈഫ് സൈക്കിളും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മോണിറ്ററി പോളിസി ടൂൾസും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി എൻവയോൺമെന്റ് എക്കണോമിക്സ്, ആ 3 നമ്മുടെ വാലുവേഷൻ മെത്തേഡ് ഉണ്ടല്ലോ, അതായത് ട്രാവൽ കോസ്റ്റ്, കണ്ടിജന്റ് ആൻഡ് ഹെഡോണിക്, സ്ഥിരം ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ പൊല്യൂഷൻ റൈറ്റ്സ്, മാർജിനൽ ഡാമേജ് ഫംഗ്ഷൻ, അതുപോലെ യൂസ് ആൻഡ് നോൺ യൂസ് വാല്യൂ കേട്ടോ. ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. പിന്നെ ഇന്ത്യൻ എക്കോണമി വരുമ്പോഴത്തേക്കും ട്രെൻഡ് ബേസ് ചെയ്ത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഏത് പറയും നമ്മുടെ ഏത് ഏരിയയിലാണ് കുറച്ച് വർധനം ഉണ്ടായത്, ഇൻക്രീസ് ചെയ്തത്, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ, GST ആൻഡ് ഫിസിക്കൽ പോളിസി. ഫിനാൻസ് കമ്മീഷൻ ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തില്ല. ബഡ്ജറ്റ് ആണെങ്കിലും HDI പോവർട്ടി, ഇതിനൊക്കെ ചോദ്യം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവത്തേ ഇല്ല. സോ അതൊരു ബേസ് ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി എക്കണോമെട്രിക്സ് വരുമ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 വരെ F ടെസ്റ്റ്, chi-square ടെസ്റ്റ്, കോറിലേഷൻ, റിഗ്രഷൻ, ബേസിക് ആയിട്ടുള്ള മാട്രിക്സ് ഓൾജിബ്ര. അതായത് എക്കണോമെട്രിക്സിന്റെ ഏരിയ എന്ന് കുറെ എന്താ പറയാ റിപ്പീറ്റഡ് ഏരിയാസ് നമുക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് CLR, അതിൽ നിന്ന് തന്നെ ഡീവിയേഷൻസ്, മൾട്ടിക്കൊലിനാരിറ്റി, ഹെട്രോസ്കെറാസിറ്റി, ഓട്ടോ കോറിലേഷൻ, അതിന്റെ ടെസ്റ്റുകൾ. ആൻഡ് ചില സമയത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഡെഫിനിഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു ഏരിയ എന്ന് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാം ഡിഫിക്കൽട്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഇന്റഗ്രേഷൻ ഉള്ളതുകൊണ്ടും എന്താ പറയാ നമുക്ക് ഓപ്ഷൻസ് എല്ലാം നമുക്ക് എന്താ പറയാ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് കുറച്ച് പാടായിട്ട്, അത്യാവശ്യം ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകുന്നവർക്കൊന്നും എന്താ ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാ ഓപ്ഷൻസും ശരിയാന്ന് തോന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് ശരിയാന്ന് തോന്നും, ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് എന്താ പറയാ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും അല്ലേ. അതാണ് ഭയങ്കര അതെന്താ നമ്മുടെ ഡീപ്പ് നോളജ് ഉള്ളവർക്ക് മാത്രം അതെന്താ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ എന്താ പോളിസി തിയറി ലിങ്കേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഏതെങ്കിലും ഇപ്പൊ GST ബേസ് ചെയ്ത് നമ്മുടെ എന്താ പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും തിയറി പ്ലസ് നമ്മൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിയൽ വേൾഡ് കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ അനലിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാക്രോ അതുപോലെ ഇപ്പോൾ എന്താ പറയുക മാക്രോ എന്ന് മാത്രമല്ല 2 ഇന്റഗ്രേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സർഫസ് ലെവൽ ജസ്റ്റ് ഒന്ന് സംഭവം എന്താണെന്ന് കാണാപ്പാടം പഠിച്ചു പോകുന്നവർക്ക് ഒരിക്കലും സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂൾസിലും ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാം എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല ഏതൊക്കെയാണ് വരുന്നതെന്ന്. ഇനി വരുന്ന സെറ്റ് എക്സാം ഒരിക്കലും സിമ്പിൾ ആവത്തില്ല, അത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിൽ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് മോഡൽസ്, ട്രേഡ് തിയറീസ്, മോണിറ്ററി എക്കണോമിക്സ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്, ഇതിനെന്താണ് ഈ ഒരു നല്ല ഡീപ്പ് നോളജ് തിയറി ആണല്ലോ. അത്യാവശ്യം തിയറി നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ആണ്, അതേപോലെ തന്നെ ടൈം എടുത്ത് വേണം അതൊക്കെ പഠിക്കാൻ കേട്ടോ. ആ തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് അസംഷൻസും ക്രിറ്റിസിസും നന്നായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് അവിടെ നിന്നാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്ത സ്ട്രോങ് ആയിട്ട് വരുന്ന പബ്ലിക് ഫിനാൻസിന്റെ ഒളിഗോപോളി ബിസിനസ് സൈക്കിൾ, ഇന്ത്യൻ എക്കോണമി ഡേറ്റ വിട്ടിട്ട് പോവുക. ചില ഏരിയാസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കേണ്ട, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് സ്റ്റാറ്റി ആൻഡ് എക്കണോമെട്രിക്സ് ചെയ്ത് പഠിച്ചു തന്നെ പോവുക കേട്ടോ ചില ഏരിയാസ്. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ്, അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഇതാണെങ്കിലും കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ആണ്, ഈ ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇത് അറിയണമെങ്കിൽ എന്തറിയണം, ബേസിക് ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും അറിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ നോക്കിട്ടോ. അപ്പൊ സെറ്റ് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ എവിടെ നിന്ന് വേണമെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യാമെന്ന് വെച്ച് സിലബസ് വായിച്ച്
ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഡേ ഞാൻ ഇന്നത് പഠിക്കുന്നത് തീർച്ചപ്പെടുത്തി പഠിച്ചു തുടങ്ങുക കേട്ടോ. നമ്മളൊരു ടൈം ടേബിൾ വെച്ച് പഠിച്ചാൽ മാത്രം നമുക്ക് എന്താ ജൂൺ 30 വരെ ആയിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ വരുന്നത്. 30 ശേഷം 30 എന്നല്ല അല്ലെങ്കിൽ ജൂൺ എന്താ പറയുക മെയ് 31 വരെ നിങ്ങൾ ഏകദേശം ഫുള്ള് കവർ ചെയ്യണം, അല്ലെങ്കിൽ ജൂൺ 15 ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം കൺസെപ്റ്റ് ഒക്കെ അറിയുമെങ്കിൽ ഏകദേശം മെയ് 31 തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാക്കുക. നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, ഭയങ്കര സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഓക്കെ ജൂൺ 15 തന്നെ എല്ലാം തീർക്കുന്ന രീതിയിൽ. പിന്നെ എന്താ ഫുൾ നിങ്ങൾ റിവിഷൻ മാത്രമായിരിക്കണം, പുതിയ ഒരു കൺസെപ്റ്റ്സും പഠിക്കരുത്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം PYQs എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നോക്കുക. ഇതൊക്കെയാണെന്ത് നമുക്ക് സെറ്റ്. നമ്മൾ എത്രമാത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും കാര്യമില്ല, കാരണം എന്താ എത്രമാത്രം എക്സാം നിങ്ങൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എത്രമാത്രം പഠിച്ചു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ നിങ്ങൾ ഈ ഒരു വീക്കിൽ പഠിച്ചത് എന്തിനാണ്, ഒരു വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾ തന്നെ അതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇത് പോരാ എൻ്റെ പഠിത്തം എന്നൊക്കെ നമുക്ക് എന്താ കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനും ഒരു വീക്ക്ലി ടെസ്റ്റിനും അതുപോലെ തന്നെ ഒരു ടൈം ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട, CC നിങ്ങളോടൊപ്പം ഉണ്ട്. സെറ്റ് എക്കണോമിക്സിന്റെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പർ പൊക്കത്ത് കൊടുത്തിട്ടുണ്ട്. 9746455514 ആണ്. അത് കൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, ന്യൂ ഇൻഫോർമേഷൻസ് ഡിസ്കസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ പോൾസ് ആയിട്ടല്ല, വോയിസ് മെസ്സേജ് ആയിട്ട് കൺസെപ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യും. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് എന്താണ് 400-ലധികം ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, വീക്ക്ലി ആയിട്ടുള്ള മോഡൽ എക്സാംസ് വരുന്നുണ്ട്, വർക്കൗട്ട് ഡെയിലി വർക്കൗട്ട് പോകുന്നുണ്ട്, മെന്റർഷിപ്പ് ക്ലാസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, PYQ ഡിസ്കഷൻസ് ഉണ്ട്. ഇത് മതി നിങ്ങൾക്ക് സെറ്റ് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്